കോൺഗ്രസിന്റെ റിമോട്ട് കൺട്രോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞത് താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. അതേ പ്രസ്താവനയാണ് ഇപ്പോൾ AK ബാലനും പിണറായി വിജയനും ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടുപേർക്കും എങ്ങനെയാണ് ഇങ്ങനെ ഒരേ ശബ്ദം വരുന്നതെന്നാണ് ചോദ്യം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അത് അവരുടെ കണ്ണിൽ മഞ്ഞ കയറി നിൽക്കുന്ന സമയത്തും അവർ കള്ളന്മാരുടെ കൂടെ നിൽക്കുന്ന സമയത്തും അവർ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്തും അവർക്ക് മുമ്പിൽ അവരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഒന്നായിട്ട് അവർക്ക് തോന്നുന്നു അത് അവരുടെ കുറ്റമല്ല, അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. ഞാൻ ചോദിക്കട്ടെ, മതവർഗീയവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തോട് സംസാരിക്കുന്ന കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു? കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. മൂന്നാം തവണയും നിങ്ങളുടെ സൂപ്പർ ഹീറോ പ്രതിപക്ഷത്തിന്റെ അവിടെ പോയിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിനകത്ത് 10 കൊല്ലവും നിങ്ങൾ പരാജയപ്പെട്ടു? ഈ മതവർഗ രാഷ്ട്രീയ സംഘടനക്ക് കൂട്ടുനിന്നുകൊണ്ട് വർഗീയ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കളിക്കുന്ന കോൺഗ്രസിന്റെ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. എന്നാലും എവിടെയാണല്ലേ നമുക്ക് പാളിയത്? ഞാനതെല്ലാം എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞങ്ങൾ കൃത്യമായി പറയുന്നു, മതവർഗവാദം വേണ്ടെന്ന്. വികസനം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിലാണ് BJP തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ജനം എടുത്തോട്ടെ, മതവർഗവാദത്തിനോടും ജാതി വർഗവാദത്തിനോടും കൂടുതൽ നിൽക്കുന്ന കോൺഗ്രസിനെ വേണോ, 10 കൊല്ലം പുറകോട്ടടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ, അതോ കൈപിടിച്ച് വികസനത്തിന്റെ പാതയിലേക്ക് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയെ അടക്കം എത്തിക്കാൻ പ്രാപ്തിയുള്ള BJP സർക്കാർ വേണോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ അത് പറയില്ല, ഇവർക്ക് അതൊന്നും വിഷയമല്ല. പ്രായക്കാർക്ക് നല്ലതാണ്. പക്ഷേ വളർന്നു വരുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ചെറുപ്പക്കാർ BJPക്ക് അഭിപ്രായമുണ്ടോ? ഒരിക്കലും ഇല്ലടാ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടത്തെ കയ്യിലെ ആളിപ്പത് വലത്തെ കയ്യിലേക്ക് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഒന്നല്ലേ? വിഷസർപ്പങ്ങളല്ല, ഇരുതല സർപ്പങ്ങൾ. ഇവർ പൊളിറ്റിക്കലി ആശയപരമായി ഒന്നായി കൊണ്ടല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ഒപ്പമുള്ളത്. എന്നിട്ട് ഇവിടെ ഈ ചക്കുളത്തിപ്പോര് നടത്തുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തില് വലിയേട്ടൻ കൊണ്ട് നടക്കുന്ന കാര്യം കുറച്ചു മുമ്പ് കൊച്ചേട്ടൻ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത് കഴിച്ചാൽ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ചേട്ടൻ ഭാവിയും അനിയും ഭാവിയും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തത്തിക്കളിച്ച് ആടിക്കളിക്കട കുട്ടിരാമ, നീ ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറഞ്ഞ് കളിച്ചിരുന്നു എന്ന് മാത്രം. സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ മേടിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളിലേക്കല്ല നിങ്ങൾ വളരേണ്ടത്. മറിച്ച് 2000 രൂപയ്ക്ക് വേണ്ടിയോ 1600 രൂപയ്ക്കോ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. മറിച്ച് മാസം 2 ലക്ഷം രൂപ ഈ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ഈ നാടിനകത്ത് തൊഴിലെടുത്ത് അവനവന്റെ കുടുംബത്തെ പോറ്റാൻ പ്രാപ്തിയുള്ള യുവാക്കളായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന സർക്കാരിലേക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ? ഇതൊക്കെ തന്നെ. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അവരുടെ പിന്തുണ പിടിച്ചുപറ്റാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? എന്തിനായാലും ഭൂരിപക്ഷ സമുദായത്തിലേക്ക് കുറെ കൂടി ശക്തമായി കടന്നു കയറാനുള്ള CPM-ന്റെ ശ്രമം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാണോ, വെല്ലുവിളിയാണോ? ഞാനറിയുന്ന ആ പഴയ ഇന്ദു ചൂടനല്ല, സമൂഹം നരസിംഹം എന്ന് പറയുന്ന. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അല്ല, ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് ഒരു വിലങ്ങതടിയും വെല്ലുവിളിയുമായിട്ട് ഒരു കാലഘട്ടത്തിലും CPM വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. ഇറ്റ്സ് ഓക്കേ, സംടൈം ഇറ്റ് ഹാപ്പൻസ്. രാജു പി നായർക്ക് നരേന്ദ്രമോദി സർക്കാരും BJP-യും ഒക്കെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെ മറികടക്കാനുള്ള പഠനം നടത്താൻ നിങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രാപ്തിയും കഴിവുള്ളവറ്റങ്ങളൊന്നും ഇല്ലേ? എന്റെ എല്ലാ മാനവും പോയി. അങ്ങ് ജയിക്കിനോട് പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചോദിച്ചു, മറു ചോദ്യമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജോസഫ് മാസ്റ്റർ കൈവട്ടിയ രാഷ്ട്രീയത്തെ അതിന് വർഗീയവാദ രാഷ്ട്രീയം എന്ന് തന്നെയല്ലേ പറയാ? ആ വിഭാഗത്തെ നിങ്ങൾ കൈപ്പിടിച്ച് കൂടെ നിർത്തിയിട്ടില്ലേ? ഈ തൊടുപുഴ കോളേജിനകത്ത് നടത്തിയിട്ടുള്ള വാദം നിങ്ങൾ കൃത്യമായി കണ്ടതല്ലേ? അതിനെയും വർഗീയവാദത്തിന്റെ രീതിയിൽ തന്നെ കാണണ്ടേ? ആ മറു ചോദ്യവും നിങ്ങൾ കേൾക്കണ്ടേ കേരളത്തിനകത്ത്? നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അവരെയും നിങ്ങൾ കൂടെ നിർത്തിയേക്കല്ലേ? അതേപോലെ തന്നെ ബിഷപ്പിനോട് പറഞ്ഞിട്ടുള്ളതും പാലാപ്പള്ളിയിൽ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ആ മറു ചോദ്യവും നിങ്ങൾ കാണണ്ടേ ശ്രീ രാജു പി നായർ? അത് പറ, ഇത് വേറെ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൊട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമമുണ്ടല്ലോ,
അത് നടക്കട്ടെ. അവിടെയും നിങ്ങൾ കൂടെ നിർത്തിയിട്ടുള്ളത് അതേ വിഭാഗത്തെ തന്നെയല്ലേ? മതമാണ് 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 എല്ലാം എന്ന് പ്രഖ്യാപിച്ച ആ വ്യക്തികളുടെ കാര്യം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ കൂട്ടുപിടിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം കാണുകയും മറുകാര്യം കാണാതെ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണണം, കണ്ണിന് ഓപ്പറേഷൻ നടത്തണം, 10-25,000 രൂപ വേഗം ചെലവാക്കണം. കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. അവരെയും നിങ്ങൾ കൂടെ പിടിച്ചിരിക്കുന്ന ഒരു മറു ചോദ്യം കൂടിയും രാജു പി നായർ നിങ്ങളോട് ചോദിക്കട്ടെ. രണ്ടാമത്തെ ജെയ്ക്ക് തോമസ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകങ്ങളെ കുറിച്ച്, രാജ്യത്തിന്റെ പരക്കാലം നടക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് ജെയ്ക്ക് പഠിച്ച്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ഇവിടെ ഭരിക്കുന്നില്ലേ? 10 കൊല്ലമായി ഭരിച്ചില്ലേ? 1 ലിറ്റർ പാലിനെന്താ വില അറിയോ? എടാ മിൽമ 1 ലിറ്റർ പാലിനെന്താ വില അറിയോ? ഇപ്പോ പറ, നിങ്ങൾക്ക് എത്രയെന്ന് അറിയാമോ? സാധാരണക്കാരായിട്ടുള്ള കർഷകൻ 1 ലിറ്റർ കൊണ്ട് സൊസൈറ്റിയിൽ അളന്നാൽ എത്ര രൂപ അവന് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സാധാരണക്കാരന്റെ 4 അരി മേടിക്കാൻ എത്ര രൂപ കിട്ടുന്ന അറിയോ? ഒരു നേരത്തെ പണിക്ക് പോയാൽ എത്ര കിലോ അരി മേടിക്കാൻ സാധിക്കുമെന്ന് ജയിക്കാൻ അറിയാൻ പറ്റുമോ? എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്. നിങ്ങളുടെ മന്ത്രിസഭയൊന്നും എടുത്തേ ജയിക്ക്. മുഖ്യമന്ത്രി ദേ മനോരമയിൽ അടിയിൽ എഴുതി കാണിക്കാൻ എന്താ അറിയാമോ? കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ പോലീസുകാരന്റെ ബൈക്ക് എടുത്തോണ്ട് പോയിന്ന്. അതാണ് കേരളത്തിന്റെ അവസ്ഥ. കാലത്ത് ഓടിച്ചിട്ട് കൊല്ലുക, തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, ബോംബെറിഞ്ഞു കൊല്ലുക. അങ്ങനെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് അവിടെ വെട്ടിക്കൊല്ലുക, അവിടെ കല്ലെടുത്ത് എറിയുക. ഇതല്ലേ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോഷക അഭിയാന്റെ രീതിയിലല്ലേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടല്ലേ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സാധിച്ചത്? ആ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് എഴുതവും പഠിക്കവും തെരിയണമെന്നില്ല. ഓ അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. മൂന്നാമത്തെ നിങ്ങളുടെ വനംവകുപ്പ്. ആരാ വനംവകുപ്പിലെ? ഇവിടെ കൃത്യമായിട്ട് PSCയുടെ കാര്യം നടത്തുന്നത് ആരാണ്? PSC മെമ്പർമാർക്ക് കാശ് കൂട്ടിക്കൊടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ വനംവകുപ്പല്ലേ യഥാർത്ഥ PSC? നിങ്ങളുടെ വന്യമൃഗങ്ങളല്ലേ യഥാർത്ഥ PSC? നിങ്ങൾ ഭരിക്കുമ്പോ വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. കാട്ടുപോത്ത്, ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, ഇവരൊക്കെയല്ലേ ഇവിടുത്തെ വരിക. അവർ വരിക, കൊല്ലുക, എന്നിട്ട് ഇവര് പോയിട്ട് 10 ലക്ഷം റുപ്യ കൊടുക്കുക, ജോലി കൊടുക്കുക. അവരല്ലേ ജോലി കൊടുത്തോണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ കുത്തിക്കൊന്നാൽ ജോലിയും 10 ലക്ഷം കൊടുക്കുന്ന ഒരു വകുപ്പല്ലേ വനം വകുപ്പ് നിങ്ങളുടെ കീഴിലുള്ളത്? നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? ആരോഗ്യ മന്ത്രാലയത്തിൽ കൃത്യമുണ്ടോ? ആരോഗ്യമുണ്ടോ ഇതിനകത്ത്? സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്കോ വളർന്നു വരുന്നവർക്കോ വയസ്സായവർക്കോ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഒരു പ്രയാസം വന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആരോഗ്യ മേഖല നിങ്ങൾ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വേറെ ക്ഷീര വ്യവസായം ഉണ്ടല്ലോ, ചുവപ്പ് കളറിന് 1 രൂപ കൂടുതൽ, നീല കളറിന് 1 രൂപ കൂടുതൽ, പച്ച കളറിന് 1 രൂപ കൂടുതൽ എന്ന് പറയാനല്ലാതെ ആ മന്ത്രി പ്രത്യക്ഷപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? നിങ്ങൾ നടത്തിയിട്ടുള്ള ആ ലോകസഭയില്ലേ, എന്താ ചോക്കിനിഷെ, ആ ലോകസഭ എന്താ അതിന്റെ പേര്? ലോക കേരള സഭ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ.